നായി വളർത്തലൊന്നും പടച്ചോൻ പരിക്കിയിട്ടൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാം. ഞാൻ 5 നേരം നിസ്കരിച്ചിട്ടാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വൃത്തിയാവുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ വൃത്തിയാവും, നിസ്കരിക്കും. മറ്റു മതസ്ഥർക്ക് എന്നിട്ട് ഭയങ്കര ഒരു ഇതാണ്. എന്നോട് ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കും, അല്ല നിങ്ങൾക്ക് നായി വളർത്താൻ പാടില്ല, നായി വളർത്താൻ പാടില്ല. അതെന്താ വെച്ചാൽ നമ്മളെ ആൾക്കാർ അങ്ങനെ പറഞ്ഞ് ഇതാക്കി, വിവരമില്ലാത്തവല്ല അതും പറഞ്ഞ് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ല, നമുക്ക് പടച്ചോനെ മാത്രം പേടിച്ചാൽ മതി, പടപ്പാളെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതാണ് കേസ്. ചെയ്ത് നായ എൻ്റെ മുഖത്ത് ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് പറ്റാത്തൊരു സംഭവമുണ്ട്. അപ്പോൾ അത് കേക്കി കളയാനേ പറഞ്ഞിട്ടുള്ളൂ, അത് കേക്കി കളഞ്ഞാൽ പോയി. വെൽ സൈഡ് ബ്രോ. പൊതുവെ എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് നായ എന്നുള്ള മൃഗം ടോട്ടലി നജസാണ്. ഒരിക്കലുമല്ല. ഇസ്ലാമിക നിയമപ്രകാരം നായയുടെ ഉമനീരും കുപ്പലം അതിൽ നിന്നുണ്ടാകുന്ന നനവെല്ലാമാണ് ഇസ്ലാമിക ശരീരത്തിൽ നജസാക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ ഒരു ബിഗ് സ്റ്റോറി കിടക്കുന്നുണ്ട്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കപ്പെട്ടിട്ട് 40 വർഷത്തോളം സ്വർഗത്തിൻ്റെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഒരു ദിവസം മലായിക്കങ്ങളോട് കൂടെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇബ്ലീസ് തൻ്റെ ഉമനീര് തുപ്പുന്നുണ്ട്. തുപ്പിയതിൽ നിന്ന് അല്പഭാഗം മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വയറിലായി. സ്പോട്ടിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല മലായിക്കത്തീങ്ങളോട് ഇബ്ലീസിന്റെ തുപ്പലമായ ആ ഭാഗത്തെ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വയറിൽ നിന്ന് നീക്കം ചെയ്യാൻ കൽപ്പിക്കുന്നുണ്ട്. മലായിക്കത്തീകൾ നീക്കം ചെയ്ത അവിടെ രൂപപ്പെട്ട ആ കുഴിയാണ് മനുഷ്യ ശരീരത്തിലെ പുക്കളായിട്ട് അറിയപ്പെടുന്നത്. ആ നീക്കം ചെയ്ത മണ്ണിൽ നിന്നാണ്, അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിച്ച മണ്ണിലേക്ക് ഇബ്ലീസ് തുപ്പിയപ്പോൾ ആ തുപ്പലമായ മണ്ണിനെ നീക്കം ചെയ്ത ആ മണ്ണ് കൊണ്ടാണ് നായകളെ അല്ലാഹു സുബ്ഹാനഹു തആല പടക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നായ് എന്ന വസ്തുവിനെ നജസാക്കാതെ നായിൽ നിന്നുണ്ടാകുന്ന ഉമനീരും നനവും നജസാക്കപ്പെട്ടത്, അശുദ്ധമാക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നായയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 10ഓളം കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പഠിപ്പിച്ചത്. 1, നായക്ക് വിശന്നാൽ അത് ഭക്ഷണം കിട്ടുന്നത് വരെ അതിജീവിച്ചു കൊണ്ടേയിരിക്കും. അതൊരു സത്യവിശ്വാസിയുടെ ആചാരത്തിൽപ്പെട്ടതാണ്. 2, നായയുടെ ജീവിതം ഒന്ന് വാച്ച് ചെയ്താൽ, ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനൊരു സ്ഥിരതാമസമില്ല. ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നാളെ കിടന്നുറങ്ങുക മറ്റൊരു സ്ഥലത്തായിരിക്കും. അത് സ്നേഹിതന്മാരുടെ അടയാളമാണ്. 3, നായി രാത്രി അല്പനേരമേ ഉറങ്ങുകയുള്ളൂ, അതായത് ആവശ്യത്തിന് മാത്രമേ ഉറങ്ങുകയുള്ളൂ. അത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. 4, നായ മരണപ്പെട്ടാൽ അനന്തരാവകാശമായിട്ട് അതൊന്നും ബാക്കി വെക്കുകയില്ല. ഇത് ത്യാഗികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. 5, ഒരു നായയുടെ ചങ്ങാതിമാരോ സുഹൃത്തുക്കളോ അതിനെ ആട്ടി ഓടിച്ചാൽ 1-2 ദിവസങ്ങൾക്ക് ശേഷം, അതല്ലെങ്കിൽ അല്പനിമിഷത്തിന് ശേഷം തന്നെ ആ നായി അവനിലേക്ക് തന്നെ തിരിച്ചു വരും. ഇത് സ്നേഹിതന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. 6, ഒരു നായ്ക്ക് ഏത് ചെറിയ സ്ഥലത്തും ഏത് നിസാരമായ സ്ഥലത്തും ജീവിക്കാനും താമസിക്കാനും കഴിയും. അത് വിനീതരുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. 7, ഒരു നായ ഒരിക്കലും മറ്റൊരാളുടെ സ്ഥലമോ വാസസ്ഥലമോ അതിക്രമിച്ച് കൈയടക്കാൻ ശ്രമിക്കാറില്ല. അതിൻ്റെ സ്ഥലം തന്നെ മറ്റാരെങ്കിലും കൈയടക്കാൻ ശ്രമിച്ചാൽ അത് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നായ താമസം മാറ്റും. ഇത് വിനീതരുടെ അടയാളങ്ങളിൽപ്പെട്ടത് തന്നെയാണ്. 8, ഒരു നായയെ ആരെങ്കിലും തള്ളിപ്പറഞ്ഞാലോ ആട്ടി ഓടിച്ചാലോ അതിനുശേഷം വീണ്ടും വിളിച്ചാൽ അത് തിരികെ തന്നെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ തിരിച്ചു വരും. ഇത് ഭക്തരുടെ ശീലമാണ്. 9, ഒരു നായയുടെ മുമ്പിൽ അല്പം ഭക്ഷണം വിളമ്പപ്പെട്ടാൽ അത്യാർത്തിയോടെ അതിലേക്ക് അടുക്കുന്നതിന് പകരം അല്പനേരം ദൂരത്ത് നിന്ന് അതിനെ വാച്ച് ചെയ്ത് നിരീക്ഷിച്ചതിന് ശേഷമേ ആ ഭക്ഷണത്തിലേക്ക് നായ അടുക്കാറുള്ളൂ. ഇത് പാവപ്പെട്ടവരുടെ മിസ്കീന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. 10, ഒരു നായ ഒരു സ്ഥലം ഉപേക്ഷിച്ച് പോകുമ്പോൾ അതിൻ്റെ മറ്റു ആവശ്യ വസ്തുക്കളോ സാധനങ്ങളോ തേടി അലഞ്ഞ് അതെല്ലാം കണ്ടുപിടിച്ചിട്ടല്ല മറ്റൊരു സ്ഥലത്തിലേക്ക് ചേഞ്ച് ആവാറുള്ളത്. അത് വിശുദ്ധരുടെ അടയാളമാണ്. പണ്ടൊരിക്കൽ വിശന്നു വലഞ്ഞ ഒരു നായ്ക്ക് ഒരു നന്മയും ചെയ്യാത്തൊരു സ്ത്രീ ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിലാണ് പടച്ച തമ്പുരാൻ ആ സ്ത്രീക്ക് സ്വർഗ്ഗപ്രവേശനം നൽകിയത്. സ്വർഗ്ഗത്തിലും ഒരു നായുണ്ട്. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഈ നായയുടെ നജസ് വിഷയത്തിൽ ഡൗട്ടുള്ളവരിലേക്കെല്ലാം ഈ വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ്.